ഇനി അമ്മയ്ക്ക് ആ നഷ്ടം സഹിക്കാൻ കഴിയായിരുന്നോ? നിങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താവുമായിരുന്നു? അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളോടൊപ്പം എന്റെയും എന്റെ കുഞ്ഞിന്റെയും ജീവൻ വരെ പോവേണ്ടതായിരുന്നു. നിങ്ങൾ ചെയ്തതിന്റെ ഗൗരവം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ തോന്നിവാസം വില കൊടുത്ത് നികത്താനാണെങ്കിൽ അതിന് ഈ കാണുന്ന ആസ്തി മൊത്തം വിറ്റാലും ചിലപ്പോ തികഞ്ഞു എന്ന് വരില്ല. സകലത്തും വില കൊടുത്ത് വാങ്ങാന്നുള്ള ഉദ്ദേശം വെടിഞ്ഞ് ഓരോ ക്ഷണവും ഉത്തരവാദിത്വത്തോടെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങളുടെ കൂടെയുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അമ്മ എന്നോട് ക്ഷമിക്കണം. ഇത്രയും കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചതിന് മാപ്പ്. ചിലരുടെ മുന്നിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ അവരുടെ തെറ്റെന്തെന്ന് അവരൊരിക്കലും മനസ്സിലാക്കില്ല. എന്തായാലും കൊള്ളാം. ഇനിയെങ്കിലും അമ്മയുടെ മകന് മാറ്റമുണ്ടായി അദ്ദേഹത്തിന് കൊള്ളാം. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കാം. ഞാൻ ഇറങ്ങുന്നമ്മേ. ഒന്നവിടെ നിന്നേ. മനോഗീതം മമേകവാസം മയൂഖയുഗള മധുസൂദനാമദന മഹിമഗിരിവാഹധനാന രാഗരഥ സാരഥി ഹേ രമണ സുഭചലന സംപ്രോക്ഷണ യോഗ നിഗമാർച്ചനാവസന അഭയപ്രദ രൂപ ഗുണാന ലക്ഷവിധി വിധാന ഹേ സദന. താൻ പറഞ്ഞൊക്കെ സത്യം. തെറ്റുകൾ ചെയ്യുന്നവരോട് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേ അവരതിന്റെ ഗൗരവം മനസ്സിലാക്കൂ. ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. മദ്യത്തിന് അടിമയായതോടുകൂടി എൻ്റെ ജീവിതം ആകെ താറുമാറായി പോയതാ. അതായത് ഇത് ഞാൻ ഇവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇനി ഒരിക്കലും ഞാൻ തൊടില്ല. സത്യമാണോ മോനെ നീ പറയുന്നേ? അതെ അമ്മ, മദ്യം ഞാൻ ഉപേക്ഷിക്കുന്നു. ഇന്ന് വരെ ഞാൻ ചെയ്ത പൂജയ്ക്കും വഴിപാടിനും പോലും ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ടില്ല. പക്ഷെ നീ പറഞ്ഞ ഒരൊറ്റ വാക്ക് അവനെ അടിമുടി മാറ്റിയിരിക്കുകയാണല്ലോ മോളെ. നീ എനിക്ക് ചെയ്തു തന്നത് ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റാത്ത വലിയ സഹായ. നിന്നോടുള്ള കടപ്പാട് ഈ ജന്മം എനിക്ക് തീർക്കാൻ പറ്റില്ല മോളെ. ഒരു നന്ദി വാക്കിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത് പോലും തെറ്റാ. ഞാൻ എന്താ മോക്ക് വേണ്ടി ചെയ്യേണ്ടത്? സത്യത്തിൽ ആരാ മോളെ നീ? എവിടുന്നാ നീ വരുന്നത്? നിന്റെ ആൾക്കാരൊക്കെ എവിടെയാ?
എന്താ മിണ്ടാത്തെ? മോൾ ആരാന്ന് പറയും. തീരം കാണാൻ കഴിയാത്തൊരു തോണി, നൂല് പൊട്ടി നിയന്ത്രണം വിട്ടൊരു പട്ട. ഇതിൽ കാഞ്ഞെനിക്കൊന്നും പറയാനില്ലമ്മേ. എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ പോവാണമ്മേ. മോളെ, നിനക്ക് മറ്റാരും ഇല്ലെന്നാണല്ലോ നിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റയ്ക്ക് ഈ ലോകത്ത് ഈ പൊടിക്കുഞ്ഞുമായി എവിടെ പോയി എങ്ങനെ ജീവിക്കും മോളെ നീ? ജീവിതത്തിൽ പലവട്ടം എന്നെ ചുഴറ്റി എറിഞ്ഞ ഭഗവാൻ ഇവിടുന്ന് പോകുമ്പോഴും എന്തെങ്കിലും ഒരു വഴി കണ്ടുവെച്ച് കാണും. ആ വഴിയിലൂടെ പരാതികളില്ലാതെ നടക്കാന്നല്ലാതെ എന്തിനെനിക്ക് ഇങ്ങനൊരു വിധി തന്നു എന്ന് ചോദിക്കാൻ പോലും ഞാൻ അർഹയല്ല. വരുന്നതെല്ലാം വരുന്നിടത്ത് വെച്ച് കാണണം. നീ എന്റെ മോന്റെ ജീവൻ തിരിച്ചു തന്നത്. ഇന്നത്തോടെ അവൻ അവന്റെ ദുശീലങ്ങളും ഉപേക്ഷിച്ചു. ഇതിനെല്ലാം കാരണം മോള് മാത്ര. എന്നിട്ട് നിന്നെ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞയക്കോ? നിനക്ക് ഈ ലോകത്ത് മറ്റാരും ഇല്ലെന്നാണെങ്കിൽ എല്ലാരുമായി ഞങ്ങളുണ്ടാവും. നിനക്ക് ഞങ്ങളുടെ കൂടെ താമസിച്ചൂടെ? അതൊന്നും വേണ്ട. ഒരു സഹായം ചെയ്തതിന്റെ പ്രത്യുപകാരമായിട്ട് നിങ്ങൾക്കൊരു ഭാരമാവാൻ ഞാനില്ല. ഈ ജീവിതം നീ തന്നതാ മോളെ. ഒരിക്കലും നീ ഞങ്ങൾക്കൊരു ഭാരമാവില്ല. ദയവ് ചെയ്ത് മോള് ഞങ്ങളുടെ കൂടെ നിൽക്കണം. എന്തു പറയുന്നു നീ? ഇത് നിനക്ക് വേണ്ടി അല്ലെങ്കിലും വേണ്ട. നിന്റെ ഈ കുഞ്ഞിനെ നല്ലോണം വളർത്താനെങ്കിലും നിനക്കൊരു കുടുംബം വേണ്ടേ? ഒറ്റപ്പെട്ടു പോയ സ്ത്രീയാ നീ. ഇവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒറ്റയ്ക്കുള്ള യാത്രക്കിടയിൽ നിനക്ക് ചിലപ്പോ നിന്നെ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഈ കുഞ്ഞിന്റെ ഭാവി ഓർത്തിട്ടെങ്കിലും ഞാൻ പറയുന്നത് കേക്ക് മോളെ. നീ ആരാന്നുള്ളത് ഞങ്ങൾക്കറിയണ്ട. എവിടുന്ന് വരുന്നു എന്നുള്ളത് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇനി ഇവിടെ വേണ്ടാന്ന് തോന്നുമ്പോൾ നിനക്ക് ഇറങ്ങിപ്പോവാം. ജീവിതത്തിൽ തനിച്ചു നിൽക്കാനുള്ള ശക്തി കിട്ടുമ്പോ നിന്നെ ഞങ്ങൾ ആരും തടയാനും പോകുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുന്നവരെ നീ ഇവിടെ നിൽക്കേ. ഇത് ഈ അമ്മയുടെ ഒരു അഭ്യർത്ഥനയായി എടുത്തൂടെ? ഞങ്ങളുടെ ഗൗരിയമ്മ ഇന്നുവരെ ആരോടും കൈനീട്ടി ഇങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇതെന്തോ മുജ്ജന്മ സുഹൃതായിരിക്കണം. അല്ലെങ്കിൽ എന്താ ഞങ്ങളുടെ ഗൗരിയമ്മയ്ക്ക് പറ്റിയേ? നിന്നോട് ഞങ്ങളുടെ ഗൗരിയമ്മയ്ക്ക് ഒരു പ്രത്യേക ഇഷ്ടം. അതുകൊണ്ടാ ഇത്രയേറെ നിർബന്ധിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. മേഘ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നടന്നതൊക്കെ ആലോചിക്കുമ്പോ എന്തോ ഒരു അത്ഭുതം പോലെ തോന്നുക. അപകടത്തിൽപ്പെട്ട് മരിക്കാൻ കിടന്ന എന്നെ മേഘ രക്ഷിക്കുന്നു. നമ്മുടെ വീട്ടിലെ ഒരു അംഗമായി മാറുന്നു. കൃത്യം അവളുടെ പ്രസവത്തിന്റെ സമയത്ത് സാറും മാഡവും വരുന്നു. മേഘയ്ക്ക് ജനിച്ച മൂത്ത മോളുമായിട്ട് അവരിവിടുന്ന് പോകുന്നു. മേഘ അവളുടെ മകനെ മാത്രം എടുത്തുകൊണ്ട് ആരും അറിയാതെ ഇവിടുന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടോ പോകുന്നു. എല്ലാത്തിനും എന്തോ കണക്ഷൻ ഉള്ളതുപോലെ. ശരിയാ സുധേ, എന്തിനിങ്ങനെയൊക്കെ സംഭവിച്ചെന്നും ഇതിന്റെയൊക്കെ കാരണം എന്താണെന്നും ഇതെങ്ങോട്ടുള്ള പോക്കാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പായിരിക്കുക, മേഘയുടെ ഇരട്ടക്കുട്ടികളിൽ ഒരാൾ മിഥുൻ സാറിന്റെ വീട്ടിൽ ജീവിക്കാൻ നിയോഗിക്കപ്പെട്ടവളായിരിക്കണം. അതിനായിരിക്കും ഇത്രയൊക്കെ സംഭവിച്ചത്. ആലോചിച്ചു നോക്കിയാ ആ കുഞ്ഞിനെ മിഥുൻ സാറിന്റെ കൈകളിലേക്ക് എത്തിക്കാനല്ലേ ഈ പ്രകൃതി നമ്മളെ മാധ്യമമാക്കി ഇത്രയൊക്കെ ചെയ്യിച്ചത്. ആർക്കറിയാ സുധേ, എങ്ങനെയെങ്കിലും മേഘയെ കണ്ടുപിടിക്കണം. മകളെ കുറിച്ചുള്ള വിവരം അവളെ ഇനി അറിയിക്കണം. അതെങ്ങനെ സാധിക്കൂ ഏട്ടാ? അവൾ എവിടെയാണോ എന്തോ. അതൊന്നും അറിയില്ല, പക്ഷെ അവളെ കണ്ടുപിടിക്കണം സുധേ. അവളുടെ മകളാണത്, അതവൾ അറിയണം. സുധേ, ജയദേവൻ സാറാണല്ലോ. എടുത്ത് സംസാരിക്കുന്നേ. ഹലോ ജയദേവൻ സാറേ, പറയൂ. ഭാസ്കരേ, എന്തായാലും കൊള്ളാം. ഇന്ന് നീ കാരണം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഭാഗ്യദേവത എഴുന്നള്ളിയിരിക്കുക. അവൾ ഇവിടേക്ക് വന്ന് കയറിയതും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പുതിയ പ്രകാശം തെളിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ
മിഥുൻ മോളുടെ പേരിടൽ ചടങ്ങും ദത്തെടുക്കുന്ന ചടങ്ങും ഒന്നിച്ച് നടത്തുക. നീയും സുധയും കൂടി നാളെ മംഗലാപുരത്തേക്ക് പോരെ. ദത്തെടുക്കുന്നു? അതെന്തിനാ ദത്തെടുക്കുന്നത് സാർ? അത് അനാഥക്കുട്ടി അല്ല സാറേ, അതിനൊരു അമ്മയുണ്ട്. ആ കുഞ്ഞിന്റെ അമ്മ നാളെ എന്തെങ്കിലും വന്ന് എന്റെ മോൾ എവിടെയെന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? വെറുതെ മനസ്സ് വിഷമിക്കാതെ നിങ്ങൾ അതിനോട് കൂടുതൽ അടുക്കുന്നത്. അതൊക്കെ ഞങ്ങൾക്കും അറിയാം ഭാസ്കർ. ആ കുഞ്ഞിന് അമ്മയുണ്ട്. പക്ഷേ അവരെപ്പോ വരുമെന്നോ അല്ലെ ഇനി എന്തെങ്കിലും വരുമോ എന്ന് പോലും നമുക്കറിയില്ല. അതുവരെ ആ കുഞ്ഞിനെ ഒരു അനാഥയായി വളർത്തുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാ മിഥുൻ ആ കുഞ്ഞിനെ ഫോർമലായി ദത്തെടുക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ നാളെ എന്തായാലും ഇങ്ങ് എത്തണം. കേട്ടല്ലോ? ഞാൻ വെച്ചോട്ടെ. ഇതെന്തെന്നാടി അവര് ദത്തെടുക്കാൻ പോവാത്രേ? ഞാൻ പറഞ്ഞില്ലേട്ടാ, ആ കുഞ്ഞിന്റെ നിയോഗം ആ വീട്ടിൽ ജീവിക്കാനായിരിക്കും. അതിനു വേണ്ടിയാ ഈ പ്രകൃതിയും ദൈവവും എല്ലാം ഒന്നിച്ച് ഇങ്ങനെ ഒരു നാടകം നടത്തിയത്. ഭാസ്കര, ആ എന്താ മാണിക്ക ഇങ്ങോട്ട്? നിങ്ങളുടെ വീട്ടില് ഗർഭിണിയായ ഒരു പെണ്ണില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ആ പെണ്ണിനെ ഞാനവിടെ ഗസ്റ്റ് ഹൗസിന്റെ അടുത്ത് കണ്ടായിരുന്നു. എന്ത്? അവിടെ തന്നെയാണോ കണ്ടത്? പിന്നല്ലാണ്ട് വേറെ ആരെ? ഞാൻ കണ്ട കാര്യം പറയുന്നേ. ശരി എന്നാ സുധേ, ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. പോയിട്ട് വേട്ടാ, സൂക്ഷിച്ചു പോണേ. മോളെ, യാത്രയ്ക്കുള്ളതെല്ലാം എടുത്തു വച്ചിട്ടുണ്ടല്ലോ അല്ലേ? ശരി എന്നാ മോളെ, ഞാൻ ഈ ലഗേജൊക്കെ കാറിന്റെ അകത്ത് വെച്ചേക്കട്ടെ. മോള് പതിയെ വന്നാ മതി. മോളെ മേഘേ, ഇനി ഞങ്ങളോടൊപ്പം നീ ഡൽഹിയിലേക്ക് താമസം മാറ്റുകയാണെന്ന് അറിയാലോ. നിന്നെ വിഷമിപ്പിക്കുന്ന ഭൂതകാലവും നിന്റെ കണ്ണുകൾ നനയിക്കുന്ന ഓർമ്മകളും എല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു പെൺകുട്ടിയായിട്ട് വേണം നീ ഞങ്ങളുടെ കൂടെ വരാൻ. കേട്ടല്ലോ? മേഘേ, നീ കാറിനകത്ത് കയറിയിരിക്കും, ഞാൻ ഇപ്പൊ വരാം. യാ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ബൈ. എടാ ചക്കര്, ഞാൻ എടാ പഞ്ചാര. മേഘ കേറിയിരുന്നു. ഗൗരിയമ്മേ, എനിക്കൊരു ചെറിയ മോഹമുണ്ട്. പറഞ്ഞോട്ടെ ഞാൻ? പറഞ്ഞോ ചെല്ലപ്പാ. മേഘക്കുഞ്ഞ് കടുപ്പിച്ച് 2 വാക്ക് പറഞ്ഞതേ ഉള്ളൂ. അർജുൻ കുഞ്ഞ് മദ്യം ഉപേക്ഷിച്ചു. ഒരൊറ്റ വാക്കുകൊണ്ട് അർജുൻ കുഞ്ഞിനെ ഇത്ര മാറ്റിയെടുക്കാൻ പറ്റിയെങ്കിൽ ജീവിതകാലം മേഘക്കുഞ്ഞ് അർജുൻ കുഞ്ഞിന്റെ കൂടെ ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ ജീവിതം എത്ര മനോഹരമായി തീരും. അത് ഗൗരിയമ്മ ചിന്തിച്ചോ? താൻ എന്താ പറയുന്ന ചെല്ലപ്പാ? ഗൗരിയമ്മേ, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആരെങ്കിലൊക്കെ വരുമ്പോ അവരുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറുമെന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ അർജുൻ കുഞ്ഞിന്റെ ജീവിതത്തിലും മേഘക്കുഞ്ഞ് വലിയ മാറ്റാ കൊണ്ടുവന്നത്. അതെന്നും അതേപോലെ ഉണ്ടാകണമെന്ന എന്റെ പ്രാർത്ഥന. അതിന് മേഘക്കുഞ്ഞും അർജുൻ കുഞ്ഞും ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കണമെന്ന എന്റെ അഭിപ്രായം. ഗൗരിയമ്മ ഒന്ന് ചിന്തിച്ചു നോക്കി.
അതെ, നിങ്ങളുടെ ഓണർ എവിടെ? സാറിന് ഇപ്പൊ പുറത്തേക്ക് പോയുള്ളൂ. മേഘേ, 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 നിക്ക് മോളെ. മേഘേ, നിക്ക്. മേഘേ, മോളെ, മേഘേ, മോളെ, നിക്ക്. മേഘേ, പോവല്ലേ, നിക്ക്. എന്നോട് ക്ഷമിക്ക് ഭാസ്കരേട്ടാ. മിഥുനേട്ടനും അമ്മ എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. എന്നെ വിട്ട് എങ്ങോട്ടാ മോളെ നീ പോകുന്ന? हरि ओम अपवित्र पवित्रो वा सर्वावस्थांगतोऽपि वा यस्मरेत् पुण्डरीकाक्षं सभाभ्यान्तरशुचिः श्रीमन्महागणाधिपते नमः. पुण्डरीकाक्ष पुण्डरीकाक्ष पुण्डरीकाक्षाय नमो नमः. അതെ, കുഞ്ഞിനെ എങ്ങോട്ടേക്ക് കൊടുക്കുക? ഇവിടുന്ന് അങ്ങോട്ട് ഇനി എന്നും ഇവളെന്റെ മോളായി വളരും. ഞാനിവളെ ദത്തെടുക്കാൻ പോകും ചെറിയമ്മേ. മഞ്ജരി, എന്തോ വലിയ കാര്യം ആലോചിക്കാൻ തോന്നുന്നു. എന്താന്നാ പറയണ്ട ആന്റി. ഇപ്പൊ ഇങ്ങനെ മേലോട്ട് നോക്കിയിരുന്നിട്ട് എന്ത് കാര്യം? ഇതൊക്കെ നേരത്തെ കൂട്ടി ചിന്തിക്കണമായിരുന്നു. കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയില്ല. അതിനി മറ്റാരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാം നിന്റെ കഴിവില്ലായ്മയാ. ശരിയാണ് ആന്റി. നമ്മുടെ പ്ലാനിങ് എവിടെയൊക്കെ തെറ്റിപ്പോയിരിക്കുന്നു. നമ്മുടെ കാൽക്കുലേഷൻസ് എവിടെയാ തെറ്റിയെന്ന് കണ്ടുപിടിക്കണം. എന്തായാലും മിഥുന്റെ കാര്യത്തിൽ എനിക്ക് വീണ്ടും ഒരു പരാജയം നേരിട്ടിരിക്കുക. മിഥുൻ വെറും ഒരു പുരുഷനാ. നിറഞ്ഞു തുളുമ്പുന്ന സൗന്ദര്യം നിനക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ. വാഗമണിലെ തണുത്ത രാത്രികളും മനോഹരമായ തേയില തോട്ടങ്ങളും. അവനെ വശീകരിക്കാൻ നിനക്ക് മതിയായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ തോറ്റു ആന്റി. ഒരിക്കലും എണീക്കാൻ പറ്റാത്ത വിധം നിലം പതിച്ചു. അതിന് ഏറ്റവും വലിയ കാരണമായി ആ കൊച്ചിങ്ങനെ ഇടയ്ക്ക് വന്ന് കേറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അങ്ങനെ ഇങ്ങ് വിട്ടുകൊടുക്കാൻ വരട്ടെ. മേഘനയുണ്ടായിരുന്നപ്പോ 1 വർഷം കഴിഞ്ഞ് അവൾ ഇവിടുന്ന് ഇറങ്ങി പോവേണ്ടവളാണെന്നുള്ള ഉറപ്പെങ്കിലും നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഈ ചെകുത്താന്റെ കുഞ്ഞിപ്പോ എന്നേക്കുമായി നിങ്ങളുടെ ഇടയിൽ വേരുറപ്പിച്ചിരിക്കുകയാണല്ലോ മഞ്ജരി. അങ്ങനൊന്നും പറയില്ല ആന്റി. എന്ത് ചെയ്തിട്ടായാലും നിലം പതിച്ചോടത്ത് നിന്ന് എങ്ങനെയെങ്കിലും വീണ്ടും എഴുന്നേറ്റ് ഓടാൻ പോലും ധൈര്യം ഇല്ലാണ്ടാവുന്നു.